ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലഗ്രാമിൽ എങ്ങനെ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ ഫയൽസും ഒക്കെ നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് കോൺടാക്റ്റിലോട്ടാണ് നമുക്ക് ഫോട്ടോസും വീഡിയോസും അല്ലാന്നുണ്ടെങ്കിൽ ഫയൽസൊക്കെ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പോ അല്ലെങ്കിൽ ചാനൽസോ ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ പിന്നെ പോലത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഗാലറിയിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ താഴെ ഗാലറി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫോട്ടോ സെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ചില ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താവുന്നതാണ്. ഇനി ഇവിടെ നിലക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. ഇപ്പം കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെന്നും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ഇതിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും എഡിറ്റിംഗ് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ കിടക്കുന്നുണ്ട്. എന്തായാലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും, ഒരു ആരോ മാർക്ക് മുകളിലോട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സെൻഡ് ആവുന്നതായിരിക്കും. ഇനി വീഡിയോ ആണ് ഇതുപോലെ സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഗാലറിയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും സെൻഡ് ആവുന്നതായിരിക്കും. ഇനി ഫോട്ടോയും വീഡിയോയും ഒന്നുമല്ല, നിങ്ങൾക്കൊരു ഫയലാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് ഒരു ഫയലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ഫോട്ടോസും വീഡിയോസും ഫയൽസും ഒക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.